ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗം തുടരുന്നു. 20-ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദീവുഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയെയും പുരുഷം ച പുരുഷനെയും ഉഭൗ അപി ഏവ രണ്ടിനെയും തന്നെ അനാദി ആദിയില്ലാത്തവ എന്ന് വിദ്ധി നീ അറിഞ്ഞുകൊള്ളുക. വികാരാഞ്ച വികാരങ്ങളെയും ഗുണാഞ്ച ഏവ ഗുണങ്ങളെയും തന്നെ പ്രകൃതി സംഭവാൻ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നവ എന്ന് വിദ്ധി നീ മനസ്സിലാക്കണം. പ്രകൃതിയെയും പുരുഷനെയും രണ്ടിനെയും തന്നെ അനാദികൾ എന്നറിഞ്ഞാലും വികാരങ്ങളും ഗുണങ്ങളും ഒക്കെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായവയാണെന്നും അറിയുക. 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിൻ്റെ 4, 5, 6 ശ്ലോകങ്ങളിൽ പര എന്നും അപര എന്നുമുള്ള ഈശ്വരൻ്റെ 2 പ്രകൃതികളെപ്പറ്റി വിസ്തരിച്ചിട്ടുണ്ട്. എല്ലാ ഭൂതവസ്തുക്കൾക്കും ഇവ രണ്ടുമാണ് പ്രഭവസ്ഥാനം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ക്ഷേത്രം എന്നും ക്ഷേത്രജ്ഞൻ എന്നും അവയുടെ പേര് മാറ്റി വിളിക്കുന്നു എന്ന് മാത്രം. അപരാപ്രകൃതിയെയാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത്. പരാപ്രകൃതിയെ ക്ഷേത്രജ്ഞൻ എന്നും വിളിക്കുന്നു. പ്രകൃതി, പുരുഷൻ, പര, അപര, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നെല്ലാം പല പേരുകളിൽ പറയുന്ന ഇവ രണ്ടും പരമാത്മാവിൻ്റെ ആ നിത്യചൈതന്യത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങളാണ്. പരമാത്മാവ് അനാദിയാണ്, ഉദ്ഭവമില്ലാത്തതാണ്. അതുകൊണ്ട് പരമാത്മാവിൻ്റെ 2 സ്വാഭാവിക അവസ്ഥകളായ പ്രകൃതിക്കും പുരുഷനും അല്ലെങ്കിൽ ക്ഷേത്രജ്ഞന്മാർക്കും ഉദ്ഭവമില്ല, അതും അനാദിയാണ്. പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് ഈ സംസാരത്തിൻ്റെ ഉൽപ്പത്തി. അതിനെ നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും പ്രകൃതി പുരുഷന്മാർ തന്നെയാണ്. പ്രകൃതി പുരുഷന്മാർ പരമാത്മാവിൻ്റെ 2 ഭാവങ്ങളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഈ സംസാര ലീല നടക്കുന്നതും പരമാത്മാവ് അഥവാ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ്. പ്രകൃതി എന്നത് വികാരങ്ങൾക്ക് കാരണമായ ഈശ്വര ശക്തിയാണ്. ത്രിഗുണങ്ങളുള്ള മായയുമാണ്. ആ മായ കാരണം ഉണ്ടായ വികാരങ്ങളെയും ഗുണങ്ങളെയും എല്ലാം പ്രകൃതി സംഭവങ്ങളായി തന്നെ മനസ്സിലാക്കണം. ബുദ്ധി മുതലായ അന്ധക്കരണ വൃത്തികളും ദേഹം, ഇന്ദ്രിയങ്ങൾ മുതലായവയും അവയിലുണ്ടായ ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം മുതലായ വികാരങ്ങളും സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്ന് സംഭവിച്ചവയാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ നടക്കുന്ന ഇതേ സംഗതികളാണ് നമ്മുടെ ഉള്ളിലും നടക്കുന്നത്. എൻ്റെ വാസനകളാണ് എൻ്റെ അനുഭവമണ്ഡലത്തെ സൃഷ്ടിക്കുന്നത്. അഥവാ എൻ്റെ വാസനകളാൽ പ്രേരിതമായിട്ടാണ് എൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അനുഭവങ്ങൾ വേണം എന്ന് തോന്നുന്നിടത്തോളം കാലം ഞാനത് നിലനിർത്തുന്നു. വേണ്ട എന്ന് തോന്നുമ്പോൾ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നിലെ വാസന പ്രകൃതിയും ഞാൻ എന്നത് പുരുഷനുമാണ്. ഞാനും എൻ്റെ വാസനയും ചേർന്നാണ് എൻ്റെ സംസാരം, എൻ്റെ അനുഭവമണ്ഡലം ഉണ്ടാക്കിയെടുത്തത്. സംസാരത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ സമഷ്ടിയിൽ എന്ന പോലെ തന്നെ വ്യഷ്ടിയിലും നടക്കുന്നു. ഇനി അടുത്ത ശ്ലോകം 21-ാമത്തെ ശ്ലോകം നോക്കാം. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണകർത്തൃത്വേ കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതി അതായത് മായ ഹേതു കാരണമാണെന്ന് ഉച്യതേ പറയപ്പെടുന്നു. സുഖദുഃഖാനാം സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ അനുഭവത്തിൽ
പുരുഷഃ പുരുഷൻ ഹേതു കാരണമെന്ന് ഉച്യതേ പറയപ്പെടുന്നു. കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതി അല്ലെങ്കിൽ മായ കാരണമെന്ന് പറയപ്പെടുന്നു. സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ അതായത് അനുഭവത്തിൽ പുരുഷൻ കാരണമെന്നും പറയപ്പെടുന്നു. ഒരു കാരണം ഉണ്ടാവുന്നത് കൊണ്ടാണ് കാര്യം ഉണ്ടാവുന്നത്. ഒരു കോസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് എഫക്റ്റ് ഉണ്ടാവുന്നത്. കാര്യവും കാരണവും ഉണ്ടാകുന്നത് പ്രകൃതിയിൽ നിന്നാണ്. എന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് കാരണം പുരുഷനാണ്. അതെങ്ങനെയെന്ന് നോക്കാം. പുരുഷ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രപഞ്ചമായി മാറുന്നു. അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ കാര്യം ശരീരമാണ്. കാരണമായി വരുന്നത് സപ്തവികാരങ്ങളുമാണ്. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ജീവൻ, ഓജസ് എന്നിവയാണ് ഈ 7 വികാരങ്ങൾ. ഇവയെല്ലാം ഉണ്ടാകുന്നത് പ്രകൃതിയിൽ നിന്നാണ്. എന്നാൽ ഈ സുഖദുഃഖങ്ങളുടെയൊക്കെ അനുഭവം ഉണ്ടാവുന്നത് പുരുഷൻ കാരണമാണ്. ജഡവസ്തുക്കൾക്ക് സുഖദുഃഖമോഹങ്ങളെ ഒന്നും അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതിന് ചൈതന്യത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ സുഖവും അനിഷ്ടമായത് സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖവും അനുഭവപ്പെടുന്നു. ഏതൊരനുഭവത്തെയും നമ്മൾ ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം എന്ന് വിലയിരുത്തും. ഈ അനുഭവങ്ങളെ നമ്മൾ അറിയുന്നത് ആത്മചൈതന്യം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ വെറും ജഡമാകും. ഒരനുഭവവും നമുക്കറിയാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾക്ക് ഹേതു പുരുഷനാണ് എന്ന് പറയുന്നു. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ ചൈതന്യമായി നിൽക്കുന്ന ക്ഷേത്രജ്ഞനാണ് ഈ അനുഭവങ്ങൾക്ക് ഹേതു. സ്വതേ നിർഗുണനും നിർവികാരനുമായ പരമാത്മാവ് ക്ഷേത്രജ്ഞൻ അഥവാ ജീവാത്മാവ് അല്ലെങ്കിൽ പ്രത്യഗാത്മാവ് എന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം നിമിത്തം സംസാരിയായി മാറുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ 22ാമത്തെ ശ്ലോകം. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. പുരുഷഃ പുരുഷൻ, ഇവിടെ ജീവാത്മാവ്, പ്രകൃതിസ്ഥ പ്രകൃതിയിൽ സ്ഥിതനായിട്ട്, പ്രകൃതിജാൻ പ്രകൃതിയിൽ നിന്നും ജനിക്കുന്ന, ഗുണാൻ ഗുണങ്ങളെ, ഭുങ്ക്തേഹി ഭുജിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു, അസ്യ ഇവന് പുരുഷന്, ഗുണസംഗഃ ഗുണസംബന്ധം സുഖദുഃഖാദികളോടുള്ള ബന്ധം, സദസദ്യോനി ജന്മസു നല്ലതും ചീത്തയുമായ യോനികളിലെ ജന്മങ്ങളിൽ കാരണമാകുന്നു. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതിജങ്ങളായ ഗുണങ്ങളെ അനുഭവിക്കുന്നു. ഗുണങ്ങളോടുള്ള സംസർഗമാണ് ശ്രേഷ്ഠങ്ങളും നികൃഷ്ടങ്ങളുമായ ജന്മങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം. പുരുഷ ശബ്ദത്തിന് പൂർണ്ണൻ എന്നും ഈ പ്രപഞ്ച ശരീരത്തിൽ അസംഗനായി ശയിക്കുന്നവനെന്നും അർത്ഥമുണ്ട്. അവനെ ആശ്രയിച്ച് മാത്രമേ പ്രകൃതിയും പ്രകൃതി കാര്യങ്ങളും ഇരിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് പുരുഷനിൽ അഥവാ ജീവാത്മാവിൽ ക്ഷേത്രജ്ഞനിൽ സംസാരബന്ധമുള്ളതായി തോന്നുന്നു. അതിന് കാരണം ഗുണഭോക്തൃത്വം ആണെന്ന് പറയുന്നു. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുന്നു. പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് വാസനകൾ ഉടലെടുക്കുകയും അത് നിമിത്തം ഞാൻ, എൻ്റേത് എന്ന അഹങ്കാരബുദ്ധി ജനിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടായ സുഖം, ദുഃഖം, മോഹം എന്നീ ഗുണങ്ങളെ ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ പണ്ഡിതനാണ്, മൂഢനാണ് എന്നെല്ലാം വിചാരിച്ച് ഭുജിക്കുകയും ചെയ്യുന്നു അഥവാ അനുഭവിക്കുന്നു. പ്രകൃതികാര്യമായ ഈ ശരീരവുമായുള്ള തന്മയീഭാവമാണ് അങ്ങനെ പുരുഷനെ സംസാരത്തിൽ ബന്ധിക്കുന്നത്. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവന് ജീവിതാനുഭവങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു ആസക്തി വളർന്നു വരും. ഭോഗവാസനകൾ വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. അവ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ മണ്ഡലങ്ങളിൽ
ഉത്കൃഷ്ടയോനികളിലോ നികൃഷ്ടയോനികളിലോ ജന്മമെടുക്കാൻ കാരണമാവുകയും ചെയ്യും. പുനരപി ജനനം പുനരപി മരണം. സ്വയം പൂർണ്ണനും ആനന്ദസ്വരൂപിയുമായ പരമാത്മാവ് ജീവാത്മാവിൻ്റെ നിലയിലേക്ക് വീണുപോയി, സ്വസ്വരൂപം മറന്നുപോയി. ഇനി പരമാത്മഭാവത്തിൽ തിരിച്ചെത്തണമെങ്കിൽ വാസനാബന്ധങ്ങളെ ഓരോന്നായി അറുത്ത് നീക്കണം. വിഷയവിരക്തി വരണം, വിവേകവും വൈരാഗ്യവും ഉണ്ടാകണം. അങ്ങനെ മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൽ, മുക്താവസ്ഥയിൽ, പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഹരി ഓം തത്സത്.